അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ദേശീയപാത കരാർ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടുകാർ. ദേശീയപാതയ്ക്കായി അശാസ്ത്രീയ രീതിയിൽ മണ്ണെടുത്തതാണ് ദുരന്തത്തിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ ആര്യ VM അറിയിച്ചു. നാടിനെ നടുക്കിയ ദുരന്തം വിളിച്ചു വരുത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കരാർ കമ്പനിയായ EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണമാണ്. ഭയങ്കര പ്രശ്നമായിരുന്നു. വലിയ JCB മെഷീൻ വെച്ച് ഭയങ്കര വൈബ്രേഷനായിരുന്നു. ഇത് രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ലായിരുന്നു. വീട് വല്ലതും കുലുങ്ങായിരുന്നു. അതുപോലെ ഇതിനൊക്കെ വിള്ളലുണ്ട്. ഈ സാധനം ഏത് നിമിഷവും തള്ളാം. സംരക്ഷണ ഭിത്തി കെട്ടിയാലും അത് സാധനം തള്ളും. ജനങ്ങളോടൊരു മര്യാദയില്ലാത്ത രീതിയിലാണ് അവരുടെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഒരു കാരണവശാലും വീടുകളിലേക്ക് ഇനി ഒരാൾക്കും ഒന്നും താമസിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം ഇനിയും അതുപോലെ തന്നെ വിള്ളൽ വീണ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ധൈര്യത്തോടെ കിടക്കണമെങ്കിൽ ഇതെല്ലാം എന്തെങ്കിലും ഒരു തീരുമാനം ആയാലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. 10-35 കൊല്ലം ജീവിച്ചവരല്ലേ. എല്ലാം ഇപ്പൊ ഒന്നുമില്ലാതെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് വിഷമമില്ലാതിരിക്കുവോ? മണ്ണിന്റെ ഘടനയെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയില്ലെന്നും ആരോപണമുണ്ട്. നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും അവർ പറയുന്നു. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു അശാസ്ത്രീയതയാണ്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ഈ മണ്ണിന്റെ ഘടനയെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പം തൊട്ട് കഴിഞ്ഞാലും ഊർന്നൊക്കെ പോരുന്ന ഒരു ടൈപ്പ് മണ്ണല്ലേ. വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണെന്നും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എല്ലാം പറ്റും. നിങ്ങൾക്ക് പേറിയാ കാണാം, അവിടെ ഇടിഞ്ഞിരിക്കുക. പോരും, യാതൊരു കാരണവശാലും പോരായിരിക്കില്ല. അപ്പൊ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. അപകടസ്ഥലം വാസയോഗ്യമാണോ എന്ന് പഠനശേഷം തീരുമാനിക്കുമെന്നും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ ആര്യ VM പറഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ആൾക്കാരെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം പുനരധിവാസത്തിനെ പറ്റി നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നതാണ്. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ എന്തെങ്കിലും പിഴവ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പഠനം നടത്തി നമ്മളൊരു വിശദമായിട്ടുള്ള റിപ്പോർട്ടിന്മേൽ ശാസ്ത്രീയമായിട്ട് പറയുന്നതാണ്. മേഖലയിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.